കാബൂളിലെ അഭയാർത്ഥി മന്ത്രാലയത്തിൽ നടന്ന ചാവേർ സ്ഫോടനത്തിൽ താലിബാന്റെ മുതിർന്ന നേതാവും മന്ത്രിയുമായ ഖലീൽ ഉൾ റഹ്മാൻ ഹഖാനി കൊല്ലപ്പെട്ടു. ഹഖാനിയുടെ നിരവധി സഹപ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. താലിബാന് എതിരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്ന IS ഖൊറേസൻ പ്രൊവിൻസ് ആണ് ചാവേർ സ്ഫോടനത്തിന് പിന്നിൽ എന്നാണ് സൂചന. വാർത്തയുടെ വിശദാംശങ്ങളുമായി കിരൺ ബാബു ഉണ്ട്. കിരൺ, ഈ ആക്രമണത്തിന്റെ സൂചന എന്നതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇതുവരെയും ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. 2021 താലിബാൻ ഭരണം നിലവിൽ വന്ന ശേഷം താലിബാന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെടുന്ന സംഭവം കൂടിയാണ്. പലതവണയും അവിടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ, പ്രധാനമായും അത് ചന്തകളിലും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും ഒക്കെ ആയിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഇത് ഒരു അഭയാർത്ഥി മന്ത്രാലയത്തിന്റെ ഒരു മന്ത്രാലയത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. അവിടെ ഒരു അഭയാർത്ഥി എന്ന വ്യാജേനയാണ് കടന്നു കയറിയത്. ഒരു ചാവേറാണ് ഈ സ്ഫോടനം നടത്തിയതെന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. ചാവേർ അവിടെ സഹായ അഭ്യർത്ഥനയുമായി ചെല്ലുകയും മന്ത്രിയുടെ ഓഫീസിന് തൊട്ട് അരികിൽ വെച്ച് ചാവേർ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. മന്ത്രിയും അതോടൊപ്പം തന്നെ ആ മന്ത്രിയുടെ അംഗരക്ഷകരായ 3 പേരുടെയും മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് ഈ മന്ത്രി ആര് എന്നുള്ളതാണ്. മന്ത്രി ഖലീൽ ഉൾ റഹ്മാൻ ഹഖാനി എന്ന് പറയുന്നത് താലിബാന്റെ തലമുതിർന്ന നേതാവാണ്. ഒപ്പം തന്നെ ഹഖാനി ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. ഹഖാനി ഗ്രൂപ്പ് എന്നും താലിബാനു വേണ്ടി നേരത്തെ വലിയ പ്രവർത്തനങ്ങളും സായുധമായ ആക്രമണങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്തിരുന്ന ഗ്രൂപ്പാണ്. താലിബാന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക സമാഹരണം നടത്തിയിരുന്ന പ്രധാനപ്പെട്ട ഗ്രൂപ്പ് കൂടിയാണ്. അങ്ങനെ ഒരു നേതാവിനെയാണ്, താലിബാന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും താലിബാൻ ഭരണകൂടത്തിന് നേരെയുള്ള ഒരു വലിയ വെല്ലുവിളി കൂടിയാണ്. താലിബാൻ അധികാരത്തിൽ എത്തിയ കാലം മുതൽ തന്നെ അഫ്ഗാന്റെ വിഭാഗമായ IS ഖൊറേസൻ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അവർ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലും എന്നാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. പ്രധാനമായും ഹഖാനി ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ വധിക്കുന്നു എന്ന് പറയുമ്പോൾ ഹഖാനി ഗ്രൂപ്പിന് ഈ താലിബാന്റെ ഭരണത്തിലടക്കം നിർണായകമായ പങ്കുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ്. ഈ ഹഖാനി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഇദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര മന്ത്രി കൂടിയാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിന്റെ നേതാവും താലിബാന്റെ നേതാവും കുടുംബാംഗവും ഒക്കെയായ ഒരാളാണ് ഇപ്പോൾ വധിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു വധത്തെ സ്വാഭാവികമായും ഇതിൽ ഏത് തരത്തിലാണ് ഇനി താലിബാൻ അവിടെ കാബൂൾ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ തുടർചലനങ്ങൾ ഉണ്ടാവുന്നത് എന്ന് വരും ദിവസങ്ങളടക്കം കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒന്നുകൂടിയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് കിരൺ ബാബു നൽകിയത്.